നമസ്കാരം സുഹൃത്തുക്കളെ, എന്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷിതം എഡ്യൂടെക്. ഇന്നൊരു മോക്ക് ടെസ്റ്റ് ആണ്. 25 മാർക്കിന്റെ മോക്ക് ടെസ്റ്റ്. സയൻസ് 20ൽ 20 മാർക്കും നിങ്ങൾക്ക് നേടിയെടുക്കണ്ടേ? അതിനുവേണ്ടി നിരന്തരം പഠിച്ചോളാം, നിരന്തരം മോക്ക് ടെസ്റ്റ് എഴുതി നിങ്ങളുടെ നിലവാരം വിലയിരുത്തിക്കോളാം. ഓക്കെ, അപ്പൊ ഇന്ന് നിങ്ങളുടെ നിലവാരം ഒന്ന് ടെസ്റ്റ് ചെയ്താലോ? 25 മാർക്കിന്റെ ഒരു പരീക്ഷ. നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്ന് താഴെ മസ്റ്റ് ആയിട്ടും കമന്റ് ചെയ്യുക. പിന്നെ ഓരോ ചോദ്യത്തിന്റെ കൂടെയും ഞാൻ റിലേറ്റഡ് ഫാക്റ്റും കൂടി പറയുന്നുണ്ട്. കുറച്ചും കൂടി യൂസ്ഫുൾ ആയിരിക്കും ഈ ഒരു മോക്ക് ടെസ്റ്റ്. അപ്പൊ റെഡിയാണോ? റെഡി ആണെങ്കിൽ യെസ് എന്ന് താഴെ പറഞ്ഞേക്കൂ. മോക്ക് ടെസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. നമ്മുടെ ഹർഷിതം എഡ്യൂടെക് ആപ്പിൽ LGS 2026-27 ബാച്ച് കോഴ്സ് ഏപ്രിൽ മാസം 6-ാം തീയതി ആരംഭിക്കുന്നു. അതിന്റെ അഡ്മിഷൻ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. LGS ബാച്ചിന്റെ അഡ്മിഷൻ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. അഡ്മിഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഫുൾ സിലബസ് കവറേജ് ആണ്. നിങ്ങൾക്ക് പ്രിന്റ് എടുക്കാൻ പറ്റുന്ന PDF നോട്ട് ഉൾപ്പെടെയാണ്. മിസ്സാക്കി കളയരുത്. 2027 ഡിസംബർ വരെ വാലിഡിറ്റി ഉള്ള കോഴ്സ് ആയിരിക്കും. അപ്പൊ ഡീറ്റെയിൽ ആയിട്ട് കോഴ്സിന്റെ കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ ഫസ്റ്റ് കമന്റിൽ ഒരു വാട്സാപ്പ് നമ്പർ കൊടുത്തേക്കാം. അതിൽ നിങ്ങൾ വാട്സാപ്പ് ചെയ്ത് ചോദിച്ചാൽ മതി. ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഫസ്റ്റ് കമന്റിൽ കൊടുത്തേക്കാം. ഓക്കെ, അപ്പൊ സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങളുടെ മാർക്ക്, ഈ ഒരു ടെസ്റ്റ് കഴിഞ്ഞിട്ട് മാർക്ക് താഴെ മസ്റ്റ് ആയിട്ടും കമന്റ് ചെയ്തേക്കണേ. ആദ്യത്തെ ചോദ്യം, പദാർത്ഥങ്ങളിലൂടെ തുളച്ചു കയറാനുള്ള ശേഷി ഏറ്റവും കൂടുതലുള്ള തരംഗം ഏതാണ്? ഓപ്ഷൻ എ എക്സ്റേ, ബി ബീറ്റാ റേ, സി ഗാമാ റേ, ഡി തീറ്റ റേ. ഏതാണ് ഉത്തരം? ഉത്തരം എഴുതിക്കോളൂ. ഉത്തരം ഓപ്ഷൻ സി ആണ്. ഗാമാ റേക്കാണ് പദാർത്ഥങ്ങളിലൂടെ തുളച്ചു കയറാനുള്ള ശേഷി കൂടുതലുള്ളത്. അപ്പൊ വൈദ്യുത കാന്തിക സ്പെക്ട്രത്തിലെ പ്രധാനപ്പെട്ട വികിരണങ്ങൾ ഏതൊക്കെയാണ്? ഇൻഫ്രാറെഡ് കിരണം, അൾട്രാവയലറ്റ് കിരണം, മൈക്രോ കിരണം, റേഡിയോ കിരണം, ദൃശ്യപ്രകാശം, ഗാമ കിരണം, എക്സ്റേ തുടങ്ങിയവ. ഇതിൽ ഓപ്ഷൻ എ എക്സ്റേ ഇങ്ങെടുത്താലോ? എക്സ്റേ കണ്ടെത്തിയത് ആരാണ്? വില്യം റോൺസൺ ആണ് എക്സ്റേ കണ്ടെത്തിയത്. ആന്തരിക അവയവങ്ങളുടെ ചിത്രങ്ങൾ എടുക്കാൻ ഉപയോഗിക്കുന്ന കിരണം ഏതാണെന്ന് ചോദിച്ചാൽ സോഫ്റ്റ് എക്സ്റേ ആണ്. അപ്പൊ സോഫ്റ്റ് എക്സ്റേയും ഉണ്ട്, ഹാർഡ് എക്സ്റേയും ഉണ്ട്. സോഫ്റ്റ് എക്സ്റേ ആണ് ആന്തരിക അവയവങ്ങളുടെ ചിത്രങ്ങൾ എടുക്കാൻ ഉപയോഗിക്കുന്നത്. ഹാർഡ് എക്സ്റേ എവിടെയൊക്കെയാണ് ഉപയോഗിക്കുന്നത്? റേഡിയേഷൻ, ക്യാൻസർ ചികിത്സ എന്നിവയ്ക്ക് ഹാർഡ് എക്സ്റേ ആണ് ഉപയോഗിക്കുന്നത്. തുളച്ചു കയറാനുള്ള ശക്തി കൂടുതലുള്ള കിരണമാണ് ഹാർഡ് എക്സ്റേ. ഓക്കെ, അപ്പോൾ ഇതിന്റെ ഉത്തരം കിട്ടിയല്ലോ, ഗാമ റേ ആണ്. നിങ്ങൾക്ക് ഉത്തരം ശരിയാണെങ്കിൽ നിങ്ങൾ എഴുതിയ ഉത്തരത്തിന് നേരെ ടിക്ക് ചെയ്യുക. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. പ്രകാശത്തിന്റെ കണികാ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? ഓപ്ഷൻ എ ഐസക് ന്യൂട്ടൺ, ബി ആൽബർട്ട് ഐൻസ്റ്റീൻ, സി സ്റ്റീഫൻ ഹോക്കിങ്സ്, ഡി ഇവരാരുമല്ല. ഉത്തരം എഴുതിക്കോളൂ. ഉത്തരം പറഞ്ഞോട്ടെ. ഓപ്ഷൻ എ ഐസക് ന്യൂട്ടൺ ആണ് പ്രകാശത്തിന്റെ കണികാ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ്. കുറച്ച് റിലേറ്റഡ് ഫാക്ട് നോക്കാം. സൂര്യപ്രകാശത്തിന് 7 നിറങ്ങൾ ഉണ്ടെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ്? ഐസക് ന്യൂട്ടൺ ആണ്. പ്രകാശത്തിന്റെ കണികാ സിദ്ധാന്തം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ഐസക് ന്യൂട്ടൺ. പ്രകാശത്തിന്റെ തരംഗ സിദ്ധാന്തം, വേവ് നേച്ചർ, പ്രകാശത്തിന്റെ തരംഗ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ക്രിസ്ത്യൻ ഹൈജൻസ് ആണ്. പ്രകാശം അനുപ്രസ്ഥ തരംഗങ്ങളാണെന്ന് കണ്ടെത്തിയത് അഗസ്റ്റിൻ ഫ്രെണൽ ആണ്. അഗസ്റ്റിൻ ഫ്രെണൽ. ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവത്തിന് വിശദീകരണം നൽകിയതാര്? ഓപ്ഷൻ ബി ആണ് ആൽബർട്ട് ഐൻസ്റ്റീൻ. ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ് ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവത്തിന് വിശദീകരണം നൽകിയത്. എന്നാൽ ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം കണ്ടെത്തിയത് ആരാണെന്ന് ചോദിച്ചാൽ ഹെൻറിച്ച് ഹെർട്സ് ആണ്. ഹെൻറിച്ച് ഹെർട്സ്. ഓക്കെ, അടുത്ത ചോദ്യം, അന്തരീക്ഷ മർദ്ദം അളക്കുന്ന യൂണിറ്റ് ഏതാണ്? യാർഡ് ആണോ, ഫാത്തം ആണോ, പാസ്കൽ ആണോ? ഇവയൊന്നുമല്ല. ഉത്തരം എഴുതിക്കോളൂ. ഉത്തരം പറഞ്ഞോട്ടെ. ഓപ്ഷൻ സി ആണ്, പാസ്കൽ ആണ് അന്തരീക്ഷ മർദ്ദം അളക്കുന്ന യൂണിറ്റ്. അപ്പൊ ദൂരം അല്ലെങ്കിൽ സ്ഥാനാന്തരം ഇവയുടെയൊക്കെ യൂണിറ്റ് എന്താ? മീറ്റർ ആണ്. മർദ്ദം അളക്കുന്ന യൂണിറ്റ് പാസ്കൽ ആണ്. പ്രവൃത്തി, ഊർജം, താപോർജം ഇവയുടെയൊക്കെ യൂണിറ്റ് എന്താണ്? ജൂൾ ആണ്. അതായത് ഊർജത്തിന്റെ യൂണിറ്റ് എന്താണെന്ന് ചോദിച്ചാൽ ജൂൾ ആണ്. വൈദ്യുത ചാർജിന്റെ യൂണിറ്റ് എന്താണെന്ന് ചോദിച്ചാൽ കൂളോം ആണ് വൈദ്യുത ചാർജിന്റെ യൂണിറ്റ്. ഇൻഡക്ടൻസിന്റെ യൂണിറ്റ് എന്താ? ഹെൻറി. ഇൻഡക്ടൻസിന്റെ യൂണിറ്റ് എന്താണ്? ഹെൻറി. കപ്പാസിറ്റൻസിന്റെ യൂണിറ്റ് ചോദിച്ചാൽ ഫാരഡ് ആണ്. ഫാരഡ്. അടുത്ത ചോദ്യം, മഴ പെയ്യുമ്പോൾ മഴത്തുള്ളികൾ വാഹനങ്ങളുടെ ഗ്ലാസിൽ പറ്റിപ്പിടിക്കുന്നത് ഏത് തരം ദ്രവബലത്തിന് ഉദാഹരണമാണ്? അഡ്ഹഷൻ ബലം, കൊഹിഷൻ ബലം, കേശികത്വം, വിസ്കസ് ബലം. ഉത്തരം എഴുതിക്കോളൂ. ഉത്തരം ഓപ്ഷൻ എ ആണ്, അഡ്ഹഷൻ ബലമാണ്. അഡ്ഹഷൻ ബലം.
ബലത്തിന്റെ SI യൂണിറ്റ് എന്താണ്? ന്യൂട്ടൺ. ബലത്തിന്റെ CGS യൂണിറ്റ് എന്താണ്? ഡൈൻ. ഒരു ന്യൂട്ടൺ എത്ര ഡൈനാ? 10⁵ ഡൈൻ ആണ് ഒരു ന്യൂട്ടൺ. ഓക്കെ, അടുത്ത ചോദ്യം. തെർമോമീറ്റർ അളക്കുന്ന ഭൗതിക അളവ് എന്ത്? താപം, ഊഷ്മാവ്, മർദ്ദം, ആർദ്രത. ഉത്തരം എഴുതിക്കോളൂ. ഉത്തരം ഓപ്ഷൻ ബി ആണ്. തെർമോമീറ്റർ അളക്കുന്നത് ഊഷ്മാവിനെയാണ്. ഊഷ്മാവ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ കുറച്ച് ഉപകരണങ്ങളും അത് എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്, അതിന്റെ ഉപയോഗങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഒരു ക്ലാസ് പോലും നിങ്ങൾ മിസ്സാക്കി കളയരുതേ. ഓക്കെ, പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ബട്ടൺ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്, ലൈക്ക് ചെയ്തിട്ട് പോവാ. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. ഒന്നാം ചലന സമവാക്യം എന്താണ്? V = U + AT ആണോ? V = U/AT ആണോ? V² = U² + 2AS ആണോ? V² = U² / 2AS ആണോ? ഉത്തരം എഴുതിക്കോളൂ. ഉത്തരം ഓപ്ഷൻ എ ആണ്. V = U + AT ആണ് ഒന്നാം ചലന സമവാക്യം. അപ്പൊ ന്യൂട്ടന്റെ ഒന്നാം ചലന നിയമം എന്താണ്? അസന്തുലിതമായ ഒരു ബാഹ്യബലം പ്രയോഗിക്കുന്നത് വരെ ഓരോ വസ്തുവും അതിന്റെ സ്ഥിരാവസ്ഥയിലോ നേർരേഖാ സമചലനത്തിലോ തുടരുന്നതാണ്. ഇതാണ് ന്യൂട്ടന്റെ ഒന്നാം ചലന നിയമം. രണ്ടാം ചലന നിയമം എന്താണ്? ഒരു വസ്തുവിനുണ്ടാകുന്ന ആക്കവ്യത്യാസത്തിന്റെ നിരക്ക്, ആക്കവ്യത്യാസം എന്നാൽ മൊമെന്റത്തിന്റെ നിരക്ക്, മൊമെന്റത്തിന്റെ ഡിഫറൻസിന്റെ നിരക്ക് ആ വസ്തുവിൽ പ്രയോഗിക്കുന്ന അസന്തുലിത ബാഹ്യബലത്തിന് നേർ അനുപാതത്തിലും അതേ ദിശയിലുമായിരിക്കും. ദാറ്റ് ഈസ് F = ma. ഇനി ന്യൂട്ടന്റെ മൂന്നാം ചലന നിയമം എന്താ പറയുന്നത്? ഏതൊരു പ്രവർത്തനത്തിനും തുല്യവും വിപരീതവുമായ ഒരു പ്രതിപ്രവർത്തനം ഉണ്ടായിരിക്കും. ഇതാണ് ന്യൂട്ടന്റെ മൂന്നാമത്തെ ചലന നിയമം. അടുത്ത ചോദ്യം നോക്കാം. ഒരു വാച്ചിലെ സെക്കൻഡ് സൂചിയുടെ ചലനം എന്താണ്? സമചലനമാണോ? സമമന്ദീകരണ ചലനമാണോ? ഭ്രമണ ചലനമാണോ? ചക്രഗതിയാണോ? ഉത്തരം എഴുതിക്കോളൂ. പറഞ്ഞോട്ടെ. ഓപ്ഷൻ എ സമചലനമാണ് ഒരു വാച്ചിലെ സെക്കൻഡ് സൂചിയുടെ ചലനം. ഒരു കല്ലിൽ ചരട് കെട്ടി കറക്കുമ്പോൾ കല്ലിന്റെ ചലനം എന്താണ്? വർത്തുള ചലനമാണ്. വർത്തുള ചലനം. ഊഞ്ഞാലിന്റെ ചലനം എന്താണ്? ദോലനം അഥവാ ഓസിലേഷൻ ആണ്. ഓസിലേഷൻ. സൂര്യനെ പ്രദക്ഷിണം ചെയ്തുകൊണ്ടുള്ള ഭൂമിയുടെ ചലനം എന്താണ്? പരിക്രമണമാണ്. ഞെട്ടറ്റു വീഴുന്ന മാമ്പഴം, അതുപോലെ ലിഫ്റ്റിന്റെ ചലനം, ഇതൊക്കെ എന്താണ്? നേർരേഖാ ചലനം അഥവാ ലീനിയർ മോഷൻ ആണ്. അടുത്ത ചോദ്യം. വൈദ്യുത ചാർജുള്ള കണങ്ങളായി ദ്രവ്യം സ്ഥിതി ചെയ്യുന്ന അവസ്ഥ ഏത്? ഖരാവസ്ഥയാണോ? ദ്രാവകാവസ്ഥയാണോ? വാതകാവസ്ഥയാണോ? പ്ലാസ്മ അവസ്ഥയാണോ? ഉത്തരം ഓപ്ഷൻ ഡി ആണ്. പ്ലാസ്മ അവസ്ഥയിലാണ് വൈദ്യുത ചാർജുള്ള കണങ്ങളായി ദ്രവ്യം സ്ഥിതി ചെയ്യുന്നത്. 8 ക്വസ്റ്റ്യൻ കിട്ടിയോ? 8 ക്വസ്റ്റ്യൻ കിട്ടിയെങ്കിൽ എസ് എന്ന് കമന്റ് ചെയ്യൂ. നിങ്ങൾക്ക് ഈ 8 ക്വസ്റ്റ്യനും കറക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ എസ് എന്ന് കമന്റ് ചെയ്യുക. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. ചോദ്യം. ചുറ്റുപാടുകളെ അപേക്ഷിച്ച് ഒരു വസ്തുവിനുണ്ടാകുന്ന സ്ഥാനമാറ്റത്തിന് പറയുന്ന പേരെന്ത്? സ്ഥാനാന്തരം, ചലനം, സ്ഥിതികോർജം, കൊഹിഷൻ. ഉത്തരം എഴുതിക്കോളൂ. ഉത്തരം ഓപ്ഷൻ ബി ചലനമാണ്. ചുറ്റുപാടുകളെ അപേക്ഷിച്ച് ഒരു വസ്തുവിനുണ്ടാകുന്ന സ്ഥാനമാറ്റത്തെയാണ് ചലനം അഥവാ മോഷൻ എന്ന് പറയുന്നത്. നിശ്ചലാവസ്ഥയിലുള്ള വസ്തുക്കളെ കുറിച്ചുള്ള പഠനം ഏതു പേരിൽ അറിയപ്പെടുന്നു? സ്റ്റാറ്റിക്സ് എന്ന പേരിൽ അറിയപ്പെടുന്നു. ചലനം തന്നെ ഡിഫറെന്റ് ടൈപ്പ് ഉണ്ട്. നേർരേഖാ ചലനം, ഭ്രമണം, പരിക്രമണം, വർത്തുള ചലനം, അതുപോലെ ദോലനം, ഇവയൊക്കെ ഡിഫറെന്റ് ടൈപ്പ് ചലനങ്ങളാണ്. അടുത്ത ചോദ്യം. ഒരു ന്യൂട്ടൺ എത്ര ഡൈനാണ്? ഞാൻ നേരത്തെ പറഞ്ഞതേ ഉള്ളൂ. 100 ആണോ? 10⁵ ആണോ? 98 ആണോ? 10⁻² ആണോ? ⁻² ആണ്. ഇവിടെ ഉത്തരം എഴുതിക്കോളൂ. ഉത്തരം 10⁵ ഡൈൻ ആണ് ഒരു ന്യൂട്ടൺ. ന്യൂട്ടൺ എന്നാൽ ബലത്തിന്റെ യൂണിറ്റ് ആണ്. ഐസിൽ കറിയുപ്പ് ചേർത്താൽ ദ്രവണാങ്കത്തിന് എന്ത് സംഭവിക്കും? കുറയുന്നു, കൂടുന്നു, മാറ്റമുണ്ടാകുന്നില്ല, കുറയുകയും ശേഷം കൂടുകയും ചെയ്യുന്നു. ഉത്തരം എഴുതിക്കോളൂ. ഉത്തരം പറഞ്ഞോട്ടെ. ഓപ്ഷൻ എ കുറയുന്നു ആണ്. ഐസിൽ കറിയുപ്പ് ചേർത്താൽ ദ്രവണാങ്കത്തിന് എന്ത് സംഭവിക്കുന്നു? കുറയുന്നു. അടുത്ത ചോദ്യം. ഏറ്റവും കൂടുതൽ വീക്ഷണ വിസ്തൃതി ഉള്ളത് ഏത് തരം ദർപ്പണങ്ങൾക്കാണ്? കോൺകേവ്, കോൺവെക്സ്, സമതല ദർപ്പണം, ഇവയൊന്നുമല്ല. ഉത്തരം എഴുതിക്കോളൂ. ഉത്തരം ഓപ്ഷൻ ബി ആണ്. കോൺവെക്സ് ദർപ്പണങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ വീക്ഷണ വിസ്തൃതി ഉള്ളത്. കോൺവെക്സ് ദർപ്പണങ്ങൾ എവിടെയൊക്കെയാണ് ഉപയോഗിക്കുന്നത്? തെരുവ് വിളക്കുകൾ, റിഫ്ലക്ടറുകൾ, റിയർ വ്യൂ മിറർ, വാഹനങ്ങളിലെ റിയർ വ്യൂ മിററിലൊക്കെ ഉപയോഗിക്കുന്ന കോൺവെക്സ് ദർപ്പണമാണ്. കോൺകേവ് ദർപ്പണമോ? ടോർച്ചിലെ റിഫ്ലക്ടർ, സോളാർ കുക്കർ, ഷേവിംഗ് മിറർ, അതുപോലെ ഡോക്ടർമാരുടെ ഹെഡ് മിറർ, സിനിമ പ്രൊജക്ടർ, ഇവിടെയൊക്കെ കോൺകേവ് മിറർ ആണ് ഉപയോഗിക്കുന്നത്. സമതല ദർപ്പണം അഥവാ പ്ലെയിൻ മിറർ എവിടെയാണ് ഉപയോഗിക്കുന്നത്? മുഖം നോക്കുന്ന കണ്ണാടിയിൽ സമതല ദർപ്പണമാണ്. കാലിഡോസ്കോപ്പ് നിർമ്മിക്കുന്നതിന് സമതല ദർപ്പണമാണ് ഉപയോഗിക്കുന്നത്.
അടുത്ത ചോദ്യം, ഒരു വസ്തുവിന്റെ സ്ഥാനാന്തരം സമയത്തിന്റെ വർഗത്തിന് ആനുപാതികമാണെങ്കിൽ ആ വസ്തുവിന്റെ ചലനം എന്ത് തരത്തിലുള്ള ചലനമായിരിക്കും? സമപ്രവേഗം, ത്വരണം കൂടുന്നു, സമത്വരണം, ത്വരണം കുറയുന്നു. ഉത്തരം എഴുതിക്കോളൂ. ഉത്തരം ഓപ്ഷൻ സി ആണ്, സമത്വരണം, യൂണിഫോം ആക്സിലറേഷൻ ആണ്. ഒരു ഉപഗ്രഹത്തിന്റെ ഗതികോർജം 2mj ആണ് എങ്കിൽ ആ ഉപഗ്രഹത്തിന്റെ ആകെ ഊർജം എത്രയായിരിക്കും? 4mj, 6mj, -2mj, 4mj. ഇവിടെ 2 4mj കൊടുത്തിട്ടുണ്ട്. ഉത്തരം പറഞ്ഞോട്ടെ, -2mj ആണ് ഉത്തരം, -2mj. ഒരു ദ്വിതീയ മഴവില്ലിൽ വയലറ്റ് നിറത്തിന്റെ വ്യതിയാന കോൺ എത്ര? 42 ഡിഗ്രി, 54.2 ഡിഗ്രി, 40 ഡിഗ്രി, 50.8 ഡിഗ്രി. ഉത്തരം എഴുതിക്കോളൂ. ഉത്തരം ഓപ്ഷൻ ബി ആണ്, 54.2 ഡിഗ്രി ആണ്. ദ്വിതീയ മഴവില്ലിലാണ്, സെക്കൻഡറി റെയിൻബോയുടെ കാര്യമാണ് ചോദിച്ചത്. അപ്പൊ എന്താണ് ഈ പ്രകാശ പ്രകീർണനം? ഡിസ്പേർഷൻ ഓഫ് ലൈറ്റ്. പ്രകാശം അതിന്റെ ഘടകവർണ്ണങ്ങളായി മാറുന്ന പ്രതിഭാസമാണ് പ്രകാശ പ്രകീർണനം. തരംഗദൈർഘ്യം കൂടിയ നിറമേത്? ചുവപ്പ്. തരംഗദൈർഘ്യം കുറഞ്ഞ നിറമേത്? വയലറ്റ്. എന്താണ് വിസരണം? ഒരു മാധ്യമത്തിലൂടെ പ്രകാശം കടന്നു പോകുമ്പോൾ അന്തരീക്ഷ വായുവിലെ പൊടിപടലങ്ങളിൽ തട്ടിയുണ്ടാകുന്ന പ്രതിഫലനത്തെയാണ് വിസരണം എന്ന് പറയുന്നത്. വിസരണം. സൂര്യനിൽ നിന്നുള്ള താപോർജവും പ്രകാശോർജവും ഭൂമിയിൽ എത്തുന്നതിന് കാരണമായ പ്രകാശ പ്രതിഭാസം ഏത്? അല്ലെങ്കിൽ എന്ത് വഴിയാണ്, എന്ത് പ്രക്രിയ വഴിയാണ്? വികിരണം വഴിയാണ്. പ്രകാശ പ്രതിഭാസമല്ല, എന്ത് പ്രക്രിയ വഴിയാണെന്ന് ചോദിച്ചാൽ വികിരണം വഴിയാണ്. വികിരണം വഴി. ഇനി ഉദയാസ്തമയങ്ങളിൽ ചക്രവാളത്തിന് ചുവപ്പ് നിറം ഉണ്ടാകുന്നു, അതിന് കാരണമുള്ള പ്രകാശ പ്രക്രിയ ഏതാന്ന് ചോദിച്ചാൽ അത് വിസരണമാണ്, സ്കാറ്ററിംഗ്. അടുത്ത ചോദ്യം, അപവർത്തനം എന്ന പ്രതിഭാസത്തിൽ പ്രകാശത്തിന്റെ ഏത് സവിശേഷതയ്ക്കാണ് മാറ്റം സംഭവിക്കാത്തത്? തരംഗദൈർഘ്യം, ആവൃത്തി, ആയതി, പ്രവേഗം. ഉത്തരം എഴുതിക്കോളൂ. ഉത്തരം ഓപ്ഷൻ ബി ആണ്, ആവൃത്തിക്കാണ് മാറ്റം സംഭവിക്കാത്തത്. നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നതിന് കാരണം അപവർത്തനമാണ്. ജലത്തിൽ താഴ്ത്തി വെച്ചിരിക്കുന്ന കമ്പ് വളഞ്ഞതായി തോന്നുന്നതിന് കാരണം അപവർത്തനമാണ്. ഓക്കെ. അടുത്ത ചോദ്യം, 100 ഡിഗ്രി സെൽഷ്യസ് എന്നത് എത്ര ഫാരൻഹീറ്റ് ആണ്? 373 ഡിഗ്രി ഫാരൻഹീറ്റ്, 132 ഡിഗ്രി ഫാരൻഹീറ്റ്, 212 ഡിഗ്രി ഫാരൻഹീറ്റ്, 87.5 ഡിഗ്രി ഫാരൻഹീറ്റ്. ഉത്തരം എഴുതിക്കോളൂ. ഉത്തരം ഓപ്ഷൻ സി ആണ്, 212 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ് 100 ഡിഗ്രി സെൽഷ്യസ് എന്നാൽ. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ നീളത്തിന്റെ യൂണിറ്റ് അല്ലാത്തത് ഏത്? പാഴ്സക് ആണോ, പ്രകാശവർഷമാണോ, ചന്ദ്രശേഖർ പരിധിയാണോ, ആസ്ട്രോണമിക്കൽ യൂണിറ്റ് ആണോ? ഉത്തരം ഓപ്ഷൻ സി ആണ്, ചന്ദ്രശേഖർ പരിധിയാണ് നീളത്തിന്റെ യൂണിറ്റ് അല്ലാത്തത്. ഭൂമിയെ ചുറ്റിക്കൊണ്ടിരിക്കുന്ന ചന്ദ്രന്റെ ആകെ ഊർജം എത്ര? നെഗറ്റീവ്, പോസിറ്റീവ്, 0 ഇവയൊന്നുമല്ല. ഉത്തരം എഴുതിക്കോളൂ. ഉത്തരം ഓപ്ഷൻ എ, നെഗറ്റീവ് ആണ്. ഭൂമിയെ ചുറ്റിക്കൊണ്ടിരിക്കുന്ന ചന്ദ്രന്റെ ആകെ ഊർജം നെഗറ്റീവ്. ഒരു വസ്തുവിൽ ഭൂമി പ്രയോഗിക്കുന്ന ആകർഷണ ബലമാണ് സാന്ദ്രത, പിണ്ഡം, ഭാരം ഇവയൊന്നുമല്ല. ഉത്തരം എഴുതിക്കോളൂ. ഉത്തരം ഓപ്ഷൻ സി, ഭാരമാണ്. ഒരു വസ്തുവിൽ ഭൂമി പ്രയോഗിക്കുന്ന ആകർഷണ ബലമാണ് ഭാരം. മനുഷ്യന്റെ ചെവിക്ക് വേദന ഉണ്ടാകുന്ന സ്വരത്തിന്റെ ഉച്ചത എത്ര ഡെസിബലിൽ കൂടുതലാണ്? 140, 120, 90, 60. ഉത്തരം എഴുതിക്കോളൂ. ഉത്തരം ഓപ്ഷൻ ബി, 120 ആണ്. 120. ഒരു കാന്തിക മണ്ഡലത്തിന്റെ സ്വാധീനം കാരണം കാന്തവൽക്കരിക്കപ്പെടാനുള്ള കാന്തിക വസ്തുക്കളുടെ കഴിവിനെ പറയുന്ന പേരെന്ത്? റിറ്റന്റിവിറ്റി ആണോ, കൊഹിഷൻ ആണോ, പെർമിയബിലിറ്റി ആണോ, വശകതയാണോ? ഉത്തരം എഴുതിക്കോളൂ. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, വശകത. ഒരു ബഹിരാകാശ സഞ്ചാരി കാണുന്ന ആകാശത്തിന്റെ നിറം എന്ത്? കറുപ്പായിട്ടാണോ, വെള്ളയാണോ, നീലയാണോ, ചുവപ്പാണോ? ഉത്തരം എഴുതിക്കോളൂ. ഉത്തരം ഓപ്ഷൻ എ, കറുപ്പ് നിറത്തിലാണ് ഒരു ബഹിരാകാശ സഞ്ചാരി ആകാശത്തിനെ കാണുന്നത്. കൂട്ടത്തിൽ പെടാത്തത് ഏത്? സ്ഥാനാന്തരം, ത്വരണം, വേഗം, പ്രവേഗം. ഉത്തരം വേഗമാണ്. ബാക്കിയെല്ലാം സദിശ അളവുകളാണ്. ലാസ്റ്റ് ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ ഏത് ദ്രാവകമാണ് ഒരു വസ്തുവിന്മേൽ ഏറ്റവും കൂടുതൽ പ്ലവക്ഷമ ബലം പ്രയോഗിക്കുന്നത്? ജലം, ഗ്ലിസറിൻ, മണ്ണെണ്ണ, ഉപ്പുവെള്ളം. ഉത്തരം എഴുതിക്കോളൂ. ബി ആണ്, ഗ്ലിസറിൻ. ഓക്കെ. അപ്പോ 25 ചോദ്യങ്ങൾ. നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് താഴെ ഒന്ന് കമന്റ് ചെയ്യാമോ?
ഏതൊക്കെ ക്വസ്റ്റ്യനിലാണ് നിങ്ങൾക്ക് മിസ്റ്റേക്ക് വന്നത് ആ ഏരിയ നന്നായിട്ട് പഠിക്കാൻ വേണ്ടി നോക്കുക. ഇതുപോലുള്ള കൂടുതൽ മോക്ക് ടെസ്റ്റ് വേണം എന്നുണ്ടെങ്കിലും എസ് എന്ന് താഴെ പറയാ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഹർഷിതം എഡ്യൂടെക് ആപ്പിൽ LGS പുതിയ ബാച്ചിന്റെ അഡ്മിഷൻ തുടങ്ങിയിട്ടുണ്ട്. സമയം കളയരുത്, ഇപ്പോഴേ പഠിച്ചു തുടങ്ങിയാൽ മാത്രമേ നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റിൽ മുൻനിരയിൽ എത്താൻ പറ്റൂ. അത് ഞാൻ എപ്പോഴും എടുത്തു പറയുന്ന കാര്യമാണ്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ്. ഗോഡ് ബ്ലസ് യു ഓൾ. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.